ഈ മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ കേസ് ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കൊച്ചിയിലാണ്. സാലി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൊഴിയെടുത്തു, അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സന്ദർഭമുണ്ടായിരിക്കുന്നു. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ തുടർന്ന് ഇനി കാണാൻ കഴിയുന്ന ഈ ഒരു നിയമപരമായ നടപടിക്രമങ്ങളുടെ വശം അതെന്തെല്ലാമായിരിക്കും? കവി, അതിനു മുമ്പ് ഒരു അപ്ഡേഷൻ കൂടി തരാം. കാരണം 7 പേർക്കെതിരെയാണ് ഈ പെൺകുട്ടിയുടെ യുവതിയുടെ മൊഴിയുള്ളത്. അതിൽ 1 പ്ലേസ് ഓഫ് ഒക്കറൻസ് തിരുവനന്തപുരമാണ്, ബാക്കിയെല്ലാം കുറ്റകൃത്യം നടന്ന സ്ഥലം കൊച്ചിയാണ്. അതുകൊണ്ട് തന്നെ 6 കേസുകൾ ഇവിടെയാണ്, കൊച്ചിയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ 6 കേസും ഇപ്പോൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മുകേഷ്, ഇടവേള ബാബു, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ കൂടാതെ മണിയമ്പിള്ള രാജു, പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ, വിച്ചു എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. സമാന കുറ്റകൃത്യങ്ങൾ ഒക്കെ തന്നെയാണ് എല്ലാവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. വിവിധ പോലീസ് സ്റ്റേഷനുകളാണ്, ചിലത് നോർത്ത്, ഒന്ന് നോർത്ത്, ഒന്ന് സൗത്ത്, ഒന്ന് മരട്, അങ്ങനെ 3 പോലീസ് സ്റ്റേഷനുകളിലായാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനിയുള്ള നടപടിക്രമം, ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്രമം എന്ന് പറയുന്നത് FIS ആയിരുന്നു, പ്രഥമ വിവരമൊഴി. അത് വനിതാ IPS ഉദ്യോഗസ്ഥർ എത്തി മൊഴി രേഖപ്പെടുത്തി ഇന്നലെ മടങ്ങി. ഏതാണ്ട് 10-14 മണിക്കൂർ നീണ്ടു നിന്നു. രാവിലെ 8:30 ആരംഭിച്ചത് രാത്രി 11 മണിയോടുകൂടിയാണ് മൊഴി രേഖപ്പെടുത്തി പൂർത്തിയായത്. അതിനുശേഷം അവർ മടങ്ങുകയും ചെയ്തു. ഇപ്പോൾ അന്വേഷണ സംഘം നിലവിൽ തീരുമാനിച്ചിരുന്നത് ഇപ്രകാരമാണ്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതിന് ഒരു പ്രധാന ലക്ഷ്യം ഈ പരാതിക്കാരെ കാണുക, അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുക, അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതിന് വനിതാ IPS ഉദ്യോഗസ്ഥർ ആണ് നേതൃത്വം നൽകിയത്. ഇവിടെ എത്തിയത് കോസ്റ്റൽ DIG G പൂങ്കുഴലിയാണ്. പൂങ്കുഴലി ഇവിടെ എത്തി മൊഴി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെത്തി മൊഴി രേഖപ്പെടുത്തി ഇന്നലെ മടങ്ങി. അതാത് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഈ വിവരവും ഇതിൻ്റെ കണ്ടൻറ്റും കൈമാറി. അവിടെ FIR, അതാണ് നടപടിക്രമം. ആ FIR അനുസരിച്ച് ഇനി ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പെൺകുട്ടിയെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി ക്രിമിനൽ നടപടിച്ചട്ടം 164 പ്രകാരം രഹസ്യമൊഴി 164 പ്രകാരം രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ഈ യുവതി മൊഴിമാറ്റം നടത്താതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ്. അടുത്തത്, ഈ ആളുകളെ വിളിച്ച്, പ്രതിപട്ടികയിലുള്ള ആളുകളെ വിളിച്ച് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. ആ ചോദ്യം ചെയ്ത് അവരുടെ ഇതിലുള്ള പങ്കാളിത്തം അവരെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്ത് ഉറപ്പാക്കുക, അല്ലെങ്കിൽ അതിലൊരു വ്യക്തത വരുത്തുക. അതിനുശേഷമായിരിക്കും കടുത്ത നടപടികളിലേക്ക് കടക്കുക. ചാടിക്കേറിയ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയില്ല. കാരണം യാതൊരു തെളിവും നമുക്കൊക്കെ മനസ്സിലാക്കുന്നത് ഇത്തരം ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് ഒരു ക്ലിയർ കട്ടായിട്ടൊരു എവിഡൻസ് കൈമാറാൻ ഈ യുവതിക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് പല പ്രശ്നങ്ങളുണ്ട്, കാലം കുറേ വൈകി, അങ്ങനെ പല കാരണങ്ങളുണ്ട്. മാത്രവുമല്ല, അന്ന് സാക്ഷികളുണ്ടായിരുന്ന കേസല്ല ഇത്, അന്ന് ഉയർന്നു വന്ന കേസല്ല ഇത്, വർഷങ്ങൾക്ക് ശേഷം ഉയർന്നു വന്ന കേസാണിത്. അതൊക്കെ കൊണ്ട് തന്നെ അതിന് സാങ്കേതികവും നിയമപരവും ഒരുപാട് പരിമിതികളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പോൾ ചാടിക്കേറി ഈ ആളുകളെല്ലാം അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലടയ്ക്കും എന്നൊരു സ്ഥിതി ഇപ്പോൾ ഇല്ല. അതിന് ബുദ്ധിമുട്ടാണ്. കാരണം അന്വേഷണ സംഘം വിചാരിച്ചാലും നടക്കില്ല. കാരണം ഈ അന്വേഷണത്തിൽ ഇത് ക്ലിയറാണ് എന്ന് പ്രാഥമികമായി ബോധ്യപ്പെട്ടാൽ മാത്രമേ ഒരു അന്വേഷണ സംഘം, അന്വേഷണ ഉദ്യോഗസ്ഥൻ FIR ഇട്ട് തുടർ നടപടികളിലേക്ക് കടക്കാൻ കഴിയും. അപ്പോൾ പ്രാഥമികമായി ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ FIR ഇട്ടു. ഇനി അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ തുടർന്ന് ഉള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അടുത്ത നടപടികളിലേക്ക് കടക്കുക. ഈ ആളുകളെല്ലാം സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിൽ പ്രമുഖരായ ആളുകളാണെന്ന് നമുക്കറിയാം. അത് അക്കാര്യത്തിൽ അതുകൊണ്ട് തന്നെ പോലീസ് ഒരു വളരെ കരുതലെടുക്കും. കാരണം ഇവരെ കെണിയിൽ ഇവരെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലൊരു നീക്കം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അത് ഉറപ്പാക്കിയതിന് ശേഷമേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. ഇപ്പം മുകേഷ് ആണെങ്കിൽ ജനപ്രതിനിധിയും നടനുമാണ്, മണിയമ്പിള്ള രാജുവും ഒക്കെ ആണെങ്കിലും, ഇടവേള ബാബു ആണെങ്കിലും സിനിമാ മേഖലയിൽ പ്രമുഖരാണ്. മറ്റുള്ളവരാണെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാരായ ആ മേഖലയിൽ ഉള്ള ആളുകളാണ്. അപ്പോൾ അവർക്കൊക്കെതിരെ തെളിവ് ശേഖരിക്കുക എന്ന ഒരു കടമ്പ പോലീസിന് മുമ്പിൽ ബാക്കിയുണ്ട്. അതിനുശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. നമുക്ക് അറിയുന്നത് പോലെ ഒരു ക്ലിയറായിട്ടൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പുള്ള ഒരാൾ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനാണ്. അദ്ദേഹം സുധാകരൻ, KPCC അധ്യക്ഷൻ സുധാകരൻ്റെ വളരെ അടുത്ത ആളാണ്. സുധാകരൻ്റെ നോമിനിയായി ഈ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വന്നയാളാണ്. അതിൽ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്കുമൊക്കെ അതിന് കാരണമായി. കാരണം ഉമ്മൻചാണ്ടി വിഭാഗത്തിൽ ഏറ്റവും പ്രമുഖനായിരുന്ന T. അസഫ് അലി, പഴയ പ്രോസിക്യൂട്ടർ ഡയറക്ടർ ജനറൽ, അദ്ദേഹത്തെ മാറ്റിയിട്ടാണ് കോൺഗ്രസിൻ്റെ അഭിഭാഷക സംഘടന നേതാവായി ചന്ദ്രശേഖരനെ സുധാകരൻ നിയമിക്കുന്നത്. അന്ന് തന്നെ വലിയ കലാപം ഉണ്ടായതാണ്. അസഫ് അലി സംഘടന വിട്ടു, അദ്ദേഹം ഇപ്പോൾ സംഘടനയിൽ സജീവമല്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കോൺഗ്രസിനകത്ത് വലിയ ആശയക്കുഴപ്പവും ഒക്കെ ഉണ്ടാക്കിയൊരു സംഭവവികാസമാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു സംസ്ഥാന നേതാവ് തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു കേസിലേക്ക് വിട്ടിരിക്കുന്നത്. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം മുകേഷ് ഒരു ജനപ്രതിനിധിയാണ്.
ഒപ്പം മികച്ച വലിയൊരു നടനുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകേഷിനെ സംബന്ധിച്ചിടത്തോളം ഇത് മുകേഷിനെ പ്രതിരോധത്തിലാക്കിയ ഒരു കേസാണ്. വ്യക്തിപരമായി താൻ ഇതിലില്ല എന്ന് മുകേഷിന് സ്വയം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, നിയമപരമായും പൊതുസമൂഹത്തെയും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മണിയമ്പിള്ള രാജു ആണെങ്കിലും ഇടവേള ബാബു ആണെങ്കിലും ചലച്ചിത്ര മേഖലയിൽ സജീവമായി വളരെ വലിയ വ്യക്തിത്വം പുലർത്തുന്ന ആളുകളൊക്കെയാണ്. പക്ഷേ അവർക്കൊക്കെതിരെയുള്ള ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ്. അപ്പോൾ ഇവർക്കൊക്കെ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരിക എന്നുള്ളൊരു കടമ്പ മുന്നിലുണ്ട്. പക്ഷേ പോലീസ് കാര്യമായി അന്വേഷിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം മൊഴി ലഭിച്ചിട്ടുണ്ട്. ഇനി തെളിവ് ശേഖരിക്കുക എന്ന ഒരു കടമ്പ വളരെ കൃത്യതയോടെ ചെയ്യാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. കുറ്റകൃത്യം നടത്തിയവർ എത്ര ഉന്നതരായാലും അവർ അഴിക്കുള്ളിലാകും എന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം മുഖ്യമന്ത്രി പലതവണ പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ ആരെ എന്ന് നോക്കിയിട്ടല്ല പോലീസ് അന്വേഷിക്കുക, കുറ്റകൃത്യത്തിൽ തെളിവുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ കുറ്റകൃത്യത്തിൽ തെളിവുണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ നിഗമനമെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. നേരെ മറിച്ച് യാതൊരു തെളിവും നൽകാൻ ഈ യുവതിക്ക് കഴിയാത്ത സാഹചര്യമാണ് സംജാതമാകുന്നതെങ്കിൽ പോലീസിൻ്റെ അന്വേഷണം ഇഴയും. അതാണ് അതിൻ്റെ ഒരു ടെക്നിക്കൽ സാഹചര്യം ഇപ്പോൾ അതാണ്. അതിനനുസരിച്ച കാര്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോവുക. ഏതായാലും ഇനി ഉടനെ നടക്കാൻ പോകുന്നത് ഈ ആളുകളെല്ലാം വിളിച്ച് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. ഇവരുടെ മൊഴിയിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ ഇവർ പറഞ്ഞതും നടി പറഞ്ഞതും തമ്മിൽ ഉള്ള കാര്യങ്ങൾ എന്തെങ്കിലും പൊരുത്തക്കേടോ അല്ലെങ്കിൽ അവരുടെ ആ ദിവസങ്ങളിലെ സാന്നിധ്യം തെളിയിക്കാൻ മറ്റൊരിടത്ത് ഇവർക്ക് കഴിയാതെ പോവുകയോ അല്ലെങ്കിൽ ഇതിന് കൃത്യമായ ഒരു സാക്ഷിയോ സാഹചര്യ തെളിവോ രൂപപ്പെടുകയോ ചെയ്യുകയാണെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. അല്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈകും എന്നുള്ളതാണ് സാഹചര്യം. ശരി, സാലി മുഹമ്മദ്.